നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നേറ്റോ ഉച്ചകോടിക്ക് ശേഷം ഹോളിവുഡ് സിനിമാ കഥകളെ പോലും വെല്ലുന്ന സുരക്ഷാ നാടകങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇറാന്റെ വധഭീഷണി എന്ന റിപ്പോർട്ടുകളോടെ അമേരിക്കൻ പ്രസിഡന്റിനെ സുരക്ഷിതനാക്കാൻ US സീക്രട്ട് സർവീസ് നടത്തിയ നാടകം ഇങ്ങനെ. ക്യാമറകൾക്ക് മുന്നിലൂടെ പരസ്യമായി എയർഫോഴ്സ് വണ്ണിലേക്ക് ബോയിങ് 747ലേക്ക് നടന്നുകയറിയ ട്രംപ് നിമിഷങ്ങൾക്കകം കാറ്ററിംഗ് ട്രക്കിന്റെ മറവിൽ ഒളിച്ച് C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറുന്നു. കൂറ്റൻ എയർഫോഴ്സ് 1 ഒരു വ്യാജ ലക്ഷ്യമായി ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ പ്രസിഡന്റിനെയും വഹിച്ചുള്ള ചെറിയ വിമാനം അതീവ രഹസ്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. പ്രസിഡന്റ് ഏതു വിമാനത്തിൽ കയറിയാലും ആ സമയത്ത് അതിന്റെ കോൾ സൈൻ എയർഫോഴ്സ് 1 എന്നായി മാറും. ആക്രമണം ഭയന്ന് അമേരിക്കൻ രാഷ്ട്രത്തലവന്മാർ ഇത്തരത്തിൽ വാഹനമോ വിമാനമോ മാറി സഞ്ചരിക്കുന്ന സംഭവം മുൻപും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ പലപ്പോഴും രാഷ്ട്രത്തലവന്മാർ വിമാനങ്ങളും വാഹന വ്യൂഹ രീതിയിലുമുള്ള ആക്രമണങ്ങൾക്കും വധശ്രമങ്ങൾക്കും ഇരയായിട്ടുണ്ട്. ചില സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. റുവാണ്ടൻ പ്രസിഡന്റിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത് 1994 ഏപ്രിൽ 6-ന് റുവാണ്ടൽ പ്രസിഡന്റ് ജുവനാൽ ഹബ്യാരിമാന സഞ്ചരിച്ചിരുന്ന ഫാൽക്കൺ 50 എന്ന വിമാനം കിഗാലി എയർപോർട്ടിന് സമീപം വെച്ച് മിസൈൽ ഉപയോഗിച്ച് തകർത്തു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ട ഈ സംഭവം ദാരുണമായ റുവാണ്ടൻ വംശഹത്യയ്ക്കാണ് വഴിവെച്ചത്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ജനറൽ സിയാ ഉൽ ഹക്ക് 1988 ഓഗസ്റ്റ് 17-ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ സിയാ ഉൽ ഹക്കും US സ്ഥാനപതിയും സഞ്ചരിച്ചിരുന്ന C-130 സൈനിക വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ തകർന്നു വീണു. വിമാനത്തിനുള്ളിൽ വിഷവാതകമോ ബോംബോ ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണെന്നാണ് അന്വേഷണ നിഗമനം. അപകടത്തിന്റെ കൃത്യമായ കാരണം ഇന്നും ദുരൂഹമായി തുടരുന്നു. ജനറൽ സിയാ ഉൽ ഹക്ക്, പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ അക്തർ അബ്ദുർ റഹ്മാൻ, US അംബാസിഡർ അർണോൾഡ് ലൂയിസ് റാഫേൽ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 30 പേരും മരണപ്പെട്ടു. പാകിസ്ഥാൻ ഔദ്യോഗിക അന്വേഷണ ബോർഡ് ഇതൊരു ആസൂത്രിതമായ അട്ടിമറി അല്ലെങ്കിൽ കുറ്റകൃത്യമായിരിക്കാം എന്ന് വിലയിരുത്തി. വിമാനത്തിന് സാങ്കേതിക തകരാറുകളോ മെക്കാനിക്കൽ പരാജയങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പൈലറ്റുമാരെ അബോധാവസ്ഥയിലാക്കാൻ കോക്പിറ്റിൽ മാരകമായ വാതകം ശ്വസിപ്പിച്ചു എന്നും വിമാനത്തിൽ കയറ്റിയ മാമ്പഴപ്പെട്ടികളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു എന്നുമുള്ള ശക്തമായ അഭ്യൂഹങ്ങളും സിദ്ധാന്തങ്ങളും ഇന്നും നിലനിൽക്കുന്നു. അടുത്തത് സാമോറ മാർഷൽ 1986. മൊസാംബിക് പ്രസിഡന്റ് സാമോറ മാർഷൽ സഞ്ചരിച്ചിരുന്ന ടുപാലേവ് TU-134 വിമാനം ദക്ഷിണാഫ്രിക്കൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു. നാവിഗേഷൻ സിസ്റ്റത്തിൽ കൃത്രിമം കാണിച്ച് വിമാനം അപകടപ്പെടുത്തിയതാണെന്ന ആരോപണങ്ങൾ അക്കാലത്ത് ഉയർന്നിരുന്നു. പൈലറ്റുമാരുടെ പിഴവാണ് കാരണമെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. ഈ ദുരന്തം ഇനിയും ദുരൂഹതയായി തുടരുന്നു. രാഷ്ട്രത്തലവന്മാരുടെയും സേനാ വിഭാഗങ്ങളുടെയും വാഹന വ്യൂഹങ്ങൾക്കും യാത്രാ സംവിധാനങ്ങൾക്കും നേരെ ചരിത്രത്തിൽ നിരവധി ആക്രമണങ്ങളും വധശ്രമങ്ങളും നടന്നിട്ടുണ്ട്. സുരക്ഷാ ഭീഷണികളെ തുടർന്ന് അത്യാധുനിക സന്നാഹങ്ങൾ പോലും മാറ്റിവെച്ച് രഹസ്യ യാത്രാമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന സംഭവങ്ങൾ ലോകരാഷ്ട്രത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ജോൺ എഫ് കെന്നഡി 1963 നവംബർ 22-ന് ടെക്സസിലെ ഡാലസിൽ തുറന്ന മോട്ടോർകേഡിൽ സഞ്ചരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് വെടിയേറ്റു. അദ്ദേഹം കൊല്ലപ്പെട്ടു. സഹോദരൻ RFK പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്ന കാലത്ത് കാലിഫോർണിയയിൽ 1968 വധിക്കപ്പെട്ടു. പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ മോട്ടോർകേഡ് റാവൽപിണ്ടിയിലെ പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ ശക്തമായ ബോംബ് സ്ഫോടനമുണ്ടായി. വാഹനത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ജാമറുകൾ കാരണം സ്ഫോടനം ഏതാനും സെക്കൻഡുകൾ വൈകിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബേനസീർ ഭൂട്ടോ 2007 ഡിസംബർ 27-ന് റാവൽപിണ്ടിയിൽ തെരഞ്ഞെടുപ്പ് റാലി കഴിഞ്ഞ് മോട്ടോർകേഡിൽ മടങ്ങുകയായിരുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയ്ക്ക് നേരെ വെടിവയ്പും തുടർന്ന് ചാവേർ ബോംബാക്രമണവും ഉണ്ടായി കൊല്ലപ്പെടുകയും ചെയ്തു. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സരാജേവോയിൽ തുറന്ന കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഓസ്ട്രിയൻ രാജകുമാരൻ ഫ്രാൻസിസ് ഫെർഡിനാൻഡിന് നേരെ ഉണ്ടായ വെടിവയ്പ്പാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. ട്രംപിനെ സുരക്ഷിതനാക്കിയ ഇപ്പോൾ നടന്ന ഈ സംഭവം വെറുമൊരു സുരക്ഷാ നീക്കമല്ല, മറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ പിടിമുറക്കിയ ഭീതിയുടെ പ്രതിഫലനം കൂടിയാണ്. ഒപ്പം സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരെ പോലും വ്യാജ ലക്ഷ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് വൈറ്റ് ഹൗസ് നടപ്പിലാക്കിയ ഈ ഡീകോയ് ഓപ്പറേഷൻ
ഇറാനിൽ നിന്നുള്ള യഥാർത്ഥ ഭീഷണി തന്നെയാണോ അതോ വരാനിരിക്കുന്ന നീക്കങ്ങൾക്ക് ഒരു ന്യായീകരണം കണ്ടെത്താനുള്ള വെറും തന്ത്രമാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നു. തുർക്കിയിൽ നിന്ന് എയർഫോഴ്സ് വണ്ണിൽ പറന്നുയരുമ്പോൾ തങ്ങൾക്കൊപ്പം തൊട്ടടുത്ത സീറ്റിൽ US പ്രസിഡന്റും ഉണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള വൻകിട മാധ്യമങ്ങളിലെ പത്രപ്രവർത്തകർ കരുതുന്നത്. എന്നാൽ വിമാനത്തിന്റെ ഒരു വശത്ത് ക്യാമറകൾക്ക് മുന്നിൽ നാടകം കളിച്ച ശേഷം എതിർവശത്തുള്ള വാതിലിലൂടെ ഒരു കാറ്ററിംഗ് കണ്ടെയ്നറിൽ ഒളിപ്പിച്ചാണ് ട്രംപിനെ മൂന്നാമതൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റുന്നത്. വിമാനത്തിന്റെ വിൻഡോ ഷേഡുകൾ നിർബന്ധമായി അടപ്പിച്ചു വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെയും ചില വൈറ്റ് ഹൗസ് ജീവനക്കാരെയും അപകട സാധ്യതയുള്ള വിമാനത്തിൽ തന്നെ ഇരുത്തി ട്രംപ് സുരക്ഷിതമായി ബ്രിട്ടനിലേക്ക് കടന്നുപോയി. മാധ്യമ സ്വാതന്ത്ര്യത്തിനും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും മേൽ വലിയ ചോദ്യചിഹ്നമാണ് ഈ സംഭവം ഉയർത്തുന്നത്. ഈ അസാധാരണ നാടകത്തിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ആദ്യ ഭരണകാലത്ത് ഇറാനിയൻ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചതിനു ശേഷം ട്രംപിന് നേരെ നിലനിൽക്കുന്ന ശക്തമായ പ്രതികാര ഭീഷണി. രണ്ടാമതായി, ഖത്തർ ഭരണകൂടം സമ്മാനിച്ച പുതിയ 7478 എന്ന വിമാനത്തിന് അമേരിക്കയുടെ പരമ്പരാഗത എയർഫോഴ്സ് വണ്ണിനുള്ളതുപോലെയുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല എന്ന വിവരം പുറത്തു വന്നത്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരി ട്രംപിന്റെ ഡിജിറ്റൽ പാതകളും യാത്രാ വിവരങ്ങളും ചോർത്താൻ ശേഷിയുള്ള ഇറാന്റെ സൈബർ ശൃംഖലയെ പ്രതിരോധിക്കാൻ അമേരിക്കൻ ഇന്റലിജൻസിന് ആത്മവിശ്വാസമില്ലാതെ പോയതും ഇത്തരമൊരു നാടകീയമായ തന്ത്രത്തിലേക്ക് വൈറ്റ് ഹൗസിനെ നയിച്ചു എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജൂലൈയിൽ തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് US പ്രസിഡന്റിന്റെ ഈ നാടകീയ മടക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് 2 മുതിർന്ന US ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലിലൂടെയാണ്. ഖത്തർ സമ്മാനിച്ച അത്യാധുനിക ബോയിങ് 7478 വിമാനത്തിലായിരുന്നു ട്രംപ് ഉച്ചകോടിക്കായി തുർക്കിയിലെത്തിയത്. എന്നാൽ ജൂലൈ 8-ന് തിരികെ മടങ്ങുന്നത് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലായിരിക്കുമെന്ന് ട്രംപും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരും പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിനായി ക്യാമറകൾക്ക് മുന്നിലൂടെ ട്രംപ് പഴയ വിമാനത്തിൽ കയറുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിൽ കൂടുതൽ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഉണ്ടായ സുരക്ഷാ ആശങ്കകളാണ് വിമാനമാറ്റത്തിന് കാരണമെന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ക്യാമറകൾക്ക് മുന്നിൽ നടന്നതൊക്കെയും വെറുമൊരു നാടകം മാത്രമായിരുന്നു. മാധ്യമപ്രവർത്തകർ കയറിയ ഭാഗത്തിന് എതിർവശത്തുള്ള വാതിലിലൂടെ ഒരു കാറ്ററിംഗ് കണ്ടെയ്നർ ലിഫ്റ്റിന്റെ സഹായത്തോടെ ട്രംപിനെ പഴയ എയർഫോഴ്സ് വണ്ണിൽ നിന്നും രഹസ്യമായി പുറത്തെത്തിച്ചു. തുടർന്ന് അവിടെ ബ്രിട്ടനിലേക്ക് പറക്കാൻ സജ്ജമാക്കിയിരുന്ന ബോയിങ് 757ന്റെ സൈനിക പതിപ്പായ C-32A എന്ന മൂന്നാമതൊരു വിമാനത്തിലേക്ക് ട്രംപിനെ അതിരഹസ്യമായി കൊണ്ടുപോയി. പഴയ വിമാനത്തിൽ സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസ് ജീവനക്കാരും ട്രംപ് തങ്ങളോടൊപ്പം ആ വിമാനത്തിൽ ഇല്ല എന്ന വിവരം അറിയാതെ ട്രംപിന്റെ രക്ഷപ്പെടലിനുള്ള ഡീകോയ് അഥവാ ശ്രദ്ധ തിരിക്കാനുള്ള മാർഗമായി മാറുകയായിരുന്നു ഈ സംഭവം. ട്രംപ് രഹസ്യ വിമാനത്തിൽ ബ്രിട്ടനിലെ സൈനിക താവളത്തിൽ എത്തിയ ശേഷം അദ്ദേഹത്തെ വീണ്ടും പഴയ എയർഫോഴ്സ് വണ്ണിലേക്ക് മാറ്റിക്കയറ്റി. തുടർന്ന് മാധ്യമപ്രവർത്തകർ കാണുകെ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ട്രംപ് റൺവേയിലൂടെ നടന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന ഖത്തർ വിമാനത്തിൽ കയറുകയും ചെയ്തു. ട്രംപിന് നേരെ ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ഭീഷണിയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് എന്നിവരടങ്ങുന്ന ഉയർന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ രഹസ്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. ബ്രിട്ടനിലെ സൈനിക താവളത്തിൽ ഇറങ്ങിയ ശേഷവും വാഷിംഗ്ടണിലേക്കുള്ള യാത്രക്കിടയിലും യാഥാർത്ഥ്യം മറച്ചുവെച്ച ട്രംപ് ബ്രിട്ടനിലെ US സൈനികരെ പുതിയ വിമാനം കാണിക്കാനാണ് വിമാനങ്ങൾ മാറിയത് എന്ന വ്യാജ വിശദീകരണവും നൽകി. ഇതേസമയം താൻ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനാണെന്നും സുരക്ഷാ ഭീഷണികൾ നിരന്തരമായി നേരിടുണ്ടെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് സമ്മതിച്ചിരുന്നു. കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഇത്തരത്തിൽ ട്രംപിനെ രഹസ്യ വിമാനങ്ങളിൽ യാത്രയാക്കുകയും അല്ലാത്ത വിമാനങ്ങൾ വ്യാജമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് വിവരങ്ങൾ ചോർന്നതിൽ രോഷാകുലനായ ട്രംപ് നിർദ്ദേശിച്ചതനുസരിച്ച് വാർത്ത പുറത്തുവിട്ട മാധ്യമപ്രവർത്തകർക്കെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സമൻസ് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഫെഡറൽ കോടതിയുടെ ഇടപെടലിലൂടെ അത് പിൻവലിക്കുകയും ചെയ്തു.